തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പിണറായി വിജയനെ കടന്നാക്രമിച്ച ഇടത് സഹയാത്രിക ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ കേരളത്തിൽ പ്രതിഫലിച്ചത് പിണറായി വിരുദ്ധ വികാരം. അമിതാധികാര പ്രയോഗം ജനങ്ങൾ അംഗീകരിക്കില്ലെന്നും സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു. സർക്കാരിനെ നിയന്ത്രിക്കാൻ പാർട്ടി നേതൃത്വത്തിന് കഴിഞ്ഞില്ല. പാർട്ടിയുടെയും സർക്കാരിന്റെയും അധികാര കേന്ദ്രം പിണറായി മാത്രമായെന്നും സെബാസ്റ്റ്യൻ പോൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഭരണവിരുദ്ധ വികാരം എന്നതിനേക്കാൾ ഉപരിയായി പിണറായി വിരുദ്ധ വികാരം എന്ന് പറയുന്നതായിരിക്കും ശരി. അദ്ദേഹത്തിൻ്റെ മുഖഭാവം, പ്രതികരണങ്ങൾ, അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ, ഇതൊക്കെ പ്രത്യക്ഷത്തിൽ നിസ്സാരമായ കാര്യങ്ങളായി തോന്നിയേക്കാം. പക്ഷേ പ്രതിപക്ഷം എപ്പോഴും ധാർഷ്ട്യം എന്ന ഒറ്റ വാക്കിൽ പിണറായിയെ ഒതുക്കിയപ്പോൾ അത് ശരിയാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യം വരുന്ന രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു പിണറായിയുടേത്. അമിതാധികാര പ്രയോഗം അത് വലിയ പ്രശ്നം തന്നെയാണത്. കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കേണ്ട ആളാണ്. പാർട്ടിയുടെ പരാജയപ്പെട്ട ദൗത്യം, ഇടപെടൽ, അതുകൂടി ഈ അവസ്ഥയ്ക്ക് കാരണമായിട്ടുണ്ട്. ഇപ്പോൾ പിണറായി വിജയൻ്റെ ഭാഷ, അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ, അത് ഒരു സിവിലൈസ്ഡ് ആയിട്ടുള്ള പൊതുസമൂഹത്തിന് സ്വീകാര്യമല്ല. ഇഫക്റ്റീവായി പ്രവർത്തിക്കുന്ന പാർട്ടി സെക്രട്ടറി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചുമതലയാണ് മുഖ്യമന്ത്രിയോട് ഇതിലൊരു കറക്ഷൻ ആവശ്യമുണ്ട് എന്നുള്ളത്. അങ്ങനെ പറയുന്നതിന് പ്രാപ്തിയുള്ള ഒരു പാർട്ടി സെക്രട്ടറിയെ നമ്മളിവിടെ കാണുന്നില്ല. അതാണ് റാംഷ CP ആണ് ചെയ്തത്. റാംഷ, പാർട്ടിക്ക് തിരുത്താനായില്ല സർക്കാരിനെ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം. മറ്റൊന്ന്, ഭരണവിരുദ്ധതയല്ല, ഭരണവിരുദ്ധ വികാരമല്ല, പിണറായി വിരുദ്ധ വികാരമാണ് ഉണ്ടായത് എന്നാണ് ഇടത് സഹയാത്രികൻ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു വെക്കുന്നത്, അല്ലേ? വിനീത വേണു, തീർച്ചയായും അത് തന്നെയാണ്. സർക്കാർ വിരുദ്ധ മനോഭാവത്തിനപ്പുറം പിണറായി വിരുദ്ധ മനോഭാവമാണ് ഈ തെരഞ്ഞെടുപ്പിൽ അലയടിച്ചത് എന്നത് തന്നെയാണ് ഇടതുപക്ഷ സഹയാത്രികൻ കൂടിയായ മുൻ MP ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് വലിയ ഹോൾഡിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഈ പ്രചരണത്തിന്റെ ഭാഗമായി ഇടതുപക്ഷം ഉയർത്തിയത്. അതെല്ലാം തന്നെ ഒരു പിണറായിസത്തിന്റെ അല്ലെങ്കിൽ പിണറായി വിജയനെ ഉയർത്തിക്കാട്ടി ഒരു ഏകാധിപതിയാണ് എന്ന നിലയിലേക്ക് ചിത്രീകരിക്കുന്നതിന്, പ്രതിപക്ഷത്തിന് അത്തരത്തിൽ ചിത്രീകരിക്കുന്നതിന് വഴിയൊരുക്കി എന്നതാണ് സെബാസ്റ്റ്യൻ പോൾ വിമർശിക്കുന്നത്. അത്തരത്തിൽ ഒരു ഏകാധിപത്യ സ്വഭാവവും ജനങ്ങൾ അംഗീകരിക്കില്ല എന്നതിന്റെ തെളിവാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം എന്നതുകൂടിയാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ പാർട്ടിയും അതേപോലെ സർക്കാരും ഒന്നാകുന്ന, അല്ലെങ്കിൽ പാർട്ടി നേതൃത്വവും അതുപോലെ തന്നെ സർക്കാരിന്റെ നേതൃത്വവും ഒരാളാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ എല്ലാ കാലത്തും പാർട്ടിക്ക് സർക്കാരിന് മേൽ ഒരു പിടിയുണ്ടാകാറുണ്ട്, ഒരു കടിഞ്ഞാൺ ഉണ്ടാകാറുണ്ട്. ആ കടിഞ്ഞാൺ ഉണ്ടായിട്ടില്ല എന്നതാണ് ഈ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായത് എന്നത് കൂടിയാണ് സെബാസ്റ്റ്യൻ പോൾ പറയുന്നത്. അതോടൊപ്പം തന്നെ സെബാസ്റ്റ്യൻ പോൾ പറയുന്ന ഒരു കാര്യം, ബംഗാളിലെ പോലെ പാർട്ടി അറ്റുപോകില്ല, ജനങ്ങളാണ് ഇവിടെ പാർട്ടിയെ തിരുത്തിയിരിക്കുന്നത്, അതുകൊണ്ട് ബംഗാളിലെ പോലെ പാർട്ടി അറ്റുപോകാൻ ജനങ്ങൾ സമ്മതിക്കില്ല എന്നത് കൂടി സെബാസ്റ്റ്യൻ പോൾ ഒരു പ്രത്യാശ എന്നോണം മുന്നോട്ട് വെക്കുകയാണ്. വിനിത, അതാണ് സെബാസ്റ്റ്യൻ പോൾ കൃത്യമായി തന്നെ അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ അവതരിപ്പിക്കുകയാണ്. നമുക്ക്